അസ്സലാമലൈക്കും മക്കളെ. കരിമ്പ് ഇടുന്ന കാട്ടിക്കണോ ഇനി ഇതവർ കൈപ്പൊടി ചുരച്ചു ഇതിടുന്ന് ഞങ്ങൾക്കൊക്കെ തേച്ചു നിങ്ങൾക്ക് വേണ്ട ചുട്ടോളാം. തേങ്ങ ഒരു കൈപ്പൊടി ചുരച്ചു. പിന്നെ ഇത് കുറച്ചും കൂടി ഇടുമോ? സൗണ്ട് കിട്ടണം. മതി മതി. കുറച്ച് തേങ്ങ, കുറച്ച് തേങ്ങ, കുറച്ച് ചോറ്. അത് ഞങ്ങളെ നാട്ടിൽ നിന്ന് ചുടുന്നെങ്കിൽ വെറും അരിയും പച്ചരിയും അല്ല ഇത് പത്തലിൻ്റെ അരി അരച്ചിട്ട് കടുപ്പിട്ടാൽ മതി. ഇത് വീട് ഞങ്ങൾ ഇതെല്ലാം കൊടുത്തുകൊണ്ട് ഉറപ്പ് കൊണ്ടായിട്ട് ചോറും അതായത് ജീരക തേങ്ങ ഒരു കൈപ്പിടി കുറച്ച് തേങ്ങ ഇട്ട് ചോറിട്ട് ഇത് ഇത്ര പത്തലിൻ്റെ പൊട്ട്. ഇത് പത്തലിൻ്റെ പൊട്ട് ഇതിലേക്ക് ഇത് അരച്ചിട്ട് മിക്സ് ആക്കിയിട്ട് കടുപ്പാക്കിയിട്ട് കൊടുക്കുന്നത്. അല്ല ഇടുന്നിപ്പോൾ ഇത് ഇടുന്ന എന്തിനെന്ന് പറഞ്ഞാൽ ചോറ് ഇടുന്നു. അല്ല ഇവിടുന്ന് നമുക്ക് പാകം കിട്ടാൻ വേണ്ടിയിട്ട് മറ്റേ ആ ഇത് എടുത്തോണം. ക്ലാസ്സിൽ ഒരു ഗ്ലാസ് തൈര് നെയ്പ്പത്തലിൻ്റെ പൊടി ഇടാൻ. ഇത് നെയ്പ്പത്തലിൻ്റെ പൊടി. ഇത് നമ്മളെടുത്ത് കിട്ടുന്ന നെയ്പ്പത്തലിൻ്റെ പൊടി കടുപ്പിലിടുന്ന കടുമ്പ് നല്ല ഇതായിട്ട് കിട്ടാൻ. ഇത് സോഫ്റ്റ് ആകാൻ വേണ്ടിയിട്ട് ചോറുന്ന ഇതാ 3 ഉള്ളി ചെറിയ ഉള്ളി ഇത് ചൂടുന്ന. ഇതിപ്പോൾ ഞങ്ങൾ ഈടുന്ന് ചൂടുന്ന പാത്രം കിട്ടാൻ വേണ്ടിയിട്ട് നല്ല ഇങ്ങനെ ചുട്ടെങ്കിലോ നാട്ടിൽ നിന്ന് ഇങ്ങനെ ചുട്ടെങ്കിൽ പച്ചരി പൊടി ഇട്ടെങ്കിൽ നല്ലത്. ഇങ്ങനെ ചുടുമ്പോൾ കുറച്ച് പച്ചരി പൊടി ഇട്ടോളാം. ഉള്ളി ഇട്ട് നോക്കിയിട്ട് ഇറക്കണോ? അരച്ചിട്ട് കൊണ്ട് വെള്ളം കൂട്ടണ്ട. നമ്മൾ കുറച്ച് ഇതാക്കിയിട്ട് അരച്ചിട്ട് കൊണ്ട് തേങ്ങ നല്ല നുറുക്കാക്കി പുട്ടിൻ്റെ പൊടി പത്തൻ്റെ പൊടി ഇതെല്ലാം തന്നെ പറയാ. ഒരു അപ്പച്ചട്ടിക്ക് എണ്ണ തരണം മക്കളെ. എന്തിനാ കടുമ്പ് പറ്റിയിട്ട് പൊടിക്കും. എന്തിനാ നിങ്ങൾ അരക്കുമ്പോൾ പച്ചരിയും പൂങ്കലരിയും അരച്ചിട്ട് പുട്ടിൻ്റെ പൊടിയില്ലേ അതിട്ടിട്ട് കുഴച്ചാൽ മതി. ഇത് എന്തെങ്കിലും കടുമ്പ് ചുടുന്നെങ്കിൽ തേങ്ങയും ജീരകവും ചെറിയ ഉള്ളിയും പച്ചരി പൂങ്കലരിയും അരച്ചിട്ട് കുറച്ച് പുട്ടിൻ്റെ പൊടി ഇട്ടിട്ട് ഞമ്പിയെങ്കിലും മതി. അപ്പം നമുക്ക് അപ്പോൾ ഒരു ഇത് കടുമ്പ് നല്ല സോഫ്റ്റാണ്, നല്ല ടേസ്റ്റാണ്. നല്ലോണം കട്ടിയായിക്കൂടെ. അപ്പം നല്ലോണം ഉറപ്പുണ്ടാവും. ഇങ്ങനെ ചുടുന്ന കടുമ്പ് അതായത് ഒരു എന്ത് പറയുന്നത് ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് ഒരു ഇതിടുന്നത്. ഇതിട്ടില്ലെങ്കിലും മറ്റേ ഇപ്പൊ നെയ്പ്പത്തലിൻ്റെ പൊടി എന്ന് പറഞ്ഞിട്ടേ അതിടുന്നത് അങ്ങനെ. അത് ഇട്ടില്ലെങ്കിലും സാരമില്ല. അപ്പോൾ കുറച്ച് അത് ഇട്ടെങ്കിൽ കുറച്ച് ലൂസാക്കിയിട്ടാണ് നിങ്ങൾ കുഴച്ചിട്ടെടുക്കാൻ. നല്ലോണം ടൈറ്റ് ആയെങ്കിൽ നല്ലോണം ഉറപ്പായി പോകും. ടൈറ്റ് ആണ്ടത് ഇങ്ങനെ ലൂസ് നല്ലോണം ലൂസല്ല. ഇത് വേണം ഇത് മതി. നിങ്ങൾ കടുപ്പിൻ്റെ കാട്ടിക്കൊണ്ട് എന്തേലും ഞാൻ പറഞ്ഞത്. ഇതിപ്പോൾ ഞങ്ങൾ പൊടിയിട്ടത്. അപ്പം നിങ്ങൾ പച്ചരി പൂങ്കലരി കുറച്ച് ചോറും തേങ്ങയും ചെറിയ ഉള്ളി അരച്ചോ. ജീരകം മണത്തിന് നല്ലത്. മണത്തിന് നമുക്ക് ഗ്യാസ് കുടിക്കുന്നതല്ല. അപ്പോൾ എന്നിട്ടായിട്ട് പുട്ടിൻ്റെ പൊടി ഇട്ടിട്ട് കുഴച്ചു. ഇത് എത്ര മിനിറ്റ് വെക്കണം? ഞാനങ്ങനെ വെക്കാൻ മിനിറ്റ് വെക്കണ്ടേ. അങ്ങനെ തിളച്ചിട്ട് അതല്ലേ 10-15-20 മിനിറ്റ് വെച്ചാൽ മതി. ഇത് കടുമ്പ് 2 തരത്തിലാക്കി നോക്കണം. ഉപ്പളക്കാറ് കുമ്പളക്കാറ് പിണ്ടിന്ന് എന്താ പറയലുണ്ട്. ഇതിനെ ഇതില്ല കടുമ്പില്ല. മീൻ കറിക്ക് കൂട്ടിട്ട് തിന്നണ്ട കടുമ്പ്. ഇത് മീൻ കറി. ഞങ്ങൾ ആ പൊടി കൂട്ടിയത് എന്തിനുള്ളത് കാണിച്ചു കൊടുത്തുമ്മ. ആ പൊടി വരുന്നത് എങ്ങനെയാന്നുള്ളത് നമ്മളെ കടുമ്പിന്റെ ഉള്ളിൽ ഇങ്ങനെ തരി ഉള്ളത് കാണിച്ചു കൊടുക്കും. തരി വരുന്നത് അത് പൊട്ടിച്ചിട്ട് കാണിച്ചു കൊടുക്കുന്ന എന്തിന് ഇങ്ങനെ വരാൻ വേണ്ടിട്ടാണ്. നിങ്ങൾ തേങ്ങ അരിയെല്ലാം അരച്ച് കഴിഞ്ഞാൽ പുട്ടിൻ്റെ പൊടി ഇട്ടെങ്കിലും മതി. പുട്ടിൻ്റെ പൊടി ഇട്ടിട്ട് ഇങ്ങനെ ആക്കുന്നുണ്ട് കടുമ്പ് ഇങ്ങനെ നീളത്തിൽ ബറിൽ വെച്ചിട്ട് അപ്പുറത്തേക്ക്. ഇതിങ്ങനത്തെ ഇത് എൻ്റെ മരിയോളാ പേശൻ. ഇല്ലെങ്കിൽ എന്താ പറയുക, പുട്ടായി അണ്ണാക്കിൽ പറ്റും. ഇങ്ങനെ കരിയില്ലെങ്കിൽ നൈസായിട്ട് അപ്പോൾ നിങ്ങൾ എല്ലാം ആക്കി നോക്ക്. ഇങ്ങനെ എല്ലാം ആക്കിയിട്ട് നോക്ക് മക്കളെ. പഠിക്കാൻ എല്ലാവർക്കും കമന്റ് ഇട്ടില്ല.